അനുഭവം നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതുപോലെ സംശയമില്ല, മലപ്പുറം തൂത്തുവാരും ലീഗ്. അതിപ്പോൾ എത്ര വലിയ ട്രെൻഡാണെങ്കിലും 1, 2, 3 സീറ്റുകൾ നഷ്ടപ്പെടുക എന്നതിനപ്പുറം ലീഗിനൊരു വലിയ കൈനഷ്ടം, ലീഗിന് പൊള്ളുന്നൊരവസ്ഥ ഉണ്ടാവാറില്ല. ഇത്തവണ കുറച്ചുകൂടി ന്യൂനപക്ഷ ഏകീകരണമുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി സീറ്റ് നേട്ടം മലപ്പുറത്ത് ലീഗ് പ്രതീക്ഷിച്ചേക്കാം. അതിൽ അത്ഭുതമില്ലതാനും. തീർച്ചയായും രഞ്ജിത്ത്, UDFന്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം, അതിൽ സംശയമൊന്നുമില്ല. 16-ൽ 16 നേടുമെന്നാണ് ഇത്തവണ UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇത്തവണ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ് ആയിരിക്കും നേട്ടം ഉണ്ടാക്കുക. കാരണം കോൺഗ്രസിന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റാണ് ലഭിച്ചത്. അത് ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റായി ഉയർന്നു, നിലമ്പൂരിലൂടെ ലഭിച്ചപ്പോൾ. ഇത്തവണത്തേക്ക് വരുമ്പോൾ പൊന്നാനി, തവനൂർ ഈ 2 മണ്ഡലങ്ങളിലും ഫലം ആണ് പ്രധാനപ്പെട്ട ഒന്ന്. 2ഇടത്തും LDFന്റെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ളത്. ഇവിടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒന്ന് പൊന്നാനിയാണ്. പൊന്നാനിയിലെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് തന്നെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ, അത് താഴെത്തട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു LDFനെ സംബന്ധിച്ച്. പലപ്പോഴും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനും വോട്ട് ബഹിഷ്കരിക്കാനും ഒക്കെ സൈബർ സഖാക്കളുടെ ആഹ്വാനമൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അതൊക്കെ ഏത് തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി എന്നതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവ് പോളിംഗ് 73.97 പൊന്നാനിയിലെ പോളിംഗ്. കഴിഞ്ഞ തവണയും ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പൊന്നാനിയാണ്. അതുകൂടി നമ്മൾ പറയണം. 70.82. അതായത് പോളിംഗിലെ ഒരു ശതമാനക്കുറവ് പൊന്നാനി സ്ഥിരം അങ്ങനെയാണ്, ആ ഒരു പാറ്റേൺ അങ്ങനെയാണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇനി ഇവിടെ അറിയേണ്ടത് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ഈ പോളിംഗ് നടന്നിട്ടുള്ളതെന്നാണ്. പ്രധാനമായിട്ടും ഇടതുപക്ഷം അവിടെ തീരദേശ മേഖലകളാണ് അവർ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ടുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളൊരു കാര്യം. അതേപോലെ വെളിയങ്കോട്, മാറഞ്ചേരി തുടങ്ങിയ മേഖലകളിൽ അവിടെയൊക്കെ UDFന് കുറച്ച് ആധിപത്യമുള്ള മേഖലയുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്ന് MK സക്കീറിന് അനുകൂലമായിട്ടൊരു വോട്ട് ചോർച്ച LDFന് അനുകൂലമായിട്ട് വരുമെന്നൊരു കണക്കൂട്ടലാണ്. അതായത് തീരദേശ മേഖലയിൽ കുറഞ്ഞാലും അത് മാറഞ്ചേരി മേഖലകളിലൂടെ, പെരുമ്പടപ്പ് മേഖലകളിലൂടെ പരിഹരിക്കാനാകുമെന്നൊരു കണക്കൂട്ടലാണ് LDFന്. പെരുമ്പടപ്പൊക്കെ MK സക്കീറിൻ്റെ നാട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ UDFന് പോകുന്ന വോട്ടുകൾ ഇത്തവണ MK സക്കീറിന് ലഭിക്കും എന്നൊരു കണക്കൂട്ടലുണ്ട്. അതായത് തീരദേശത്ത് വോട്ട് നഷ്ടമായാലും പെരുമ്പടപ്പ് മേഖലയിൽ വോട്ടുകൾ കൊണ്ട് അത് മറികടക്കാനാകും. അങ്ങനെ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയാണ് LDFനുള്ളത്. മറിച്ച് UDFനാകട്ടെ UDFന്റെ വോട്ടുകളൊന്നും ചുരുകയില്ല. മറിച്ച് LDFന്റെ വോട്ടുകൾ നേരത്തെ സൂചിപ്പിച്ച തീരദേശ മേഖലകളിൽ നിന്നും LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥി വിഷയത്തെ തുടർന്ന് ഉണ്ടായ ചോർച്ച അനുകൂലമാകുമെന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ MK സക്കീറിനെ കുറിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ചില അപാകത അല്ലെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ മറ്റൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതും കൂടി LDFന് അനുകൂലമായിട്ടുള്ള ഒരു വിവാദങ്ങളും കാര്യമായിട്ടുണ്ടാക്കാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ള വ്യക്തിയാണെന്നാണ് LDFന്റെ അഭിപ്രായം. കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ സീറ്റുകൾ ലഭിക്കുമോ, കയ്യിലുള്ള 1, 2 എണ്ണം പോകുമോ എന്നുള്ളത് മാത്രമാണ് ലീഗിന് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.